ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹി അമ്മാ ബഅദ്. സ്നേഹാദരവുകൾ നിറഞ്ഞ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അല്ലാഹു നമ്മുടെ ഈ സംഗമം സ്വീകരിക്കട്ടെ. നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരട്ടെ. രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കട്ടെ. മരണപ്പെട്ടവരുടെ ഖബർ അല്ലാഹു സന്തോഷത്തിലാക്കട്ടെ. തെറ്റുകുറ്റങ്ങൾ അവർക്ക് നമുക്കും അല്ലാഹു നിരുപാധികം മാപ്പാക്കി തരട്ടെ. നമ്മുടെയും കുടുംബത്തിൻ്റെയും സൃഷ്ട ആയുസ് അല്ലാഹു പൊരുത്തപ്പെട്ട വഴിയിലായി ഇസ്സത്തോടെ സന്തോഷത്തോടെ ദീർഘമായി കഴിഞ്ഞ് ഈമാൻ സലാമത്തായി മരിക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ എന്ന ആമുഖമായി ദുആ ചെയ്യുകയാണ്. ആയുസ്സിൽ ഒരു മുഹറം മാസം നമുക്ക് കിട്ടിയെന്നത് ഒരു മഹാഭാഗ്യമാണ്. ഒരുപാട് അമലുകൾ കൊണ്ട് പ്രത്യേകമായ ഒരു പിരീഡാണ് മുഹറം എന്നുള്ളത്. ആദരണീയമായ ഒരു സമയം. ആ കാലഘട്ടത്തിൽ അമലോടുകൂടെ ജീവിക്കാൻ കഴിയുന്നു എന്നത് ഒരു വലിയ തൗഫീഖ് മാത്രമാണ്. അള്ളാഹുവിൻ്റെ ഇഷ്ടത്തിന് ഏറെ എളുപ്പത്തിൽ സാധ്യമാകുന്ന ധാരാളം അമലുകൾ ഈ സന്ദർഭത്തിൽ, അതായത് പുണ്യ മുഹറമിൽ ഉണ്ട്. മുഹറം മാസത്തെ അവഗണിച്ച് മാറ്റി നിർത്തുന്നവരുണ്ട്. മുഹറത്തെ അപലക്ഷണത്തോടുകൂടെ തട്ടിത്തെറിപ്പിക്കുന്നവരുണ്ട്. ആദരണീയമെന്ന് ഖുർആൻ പറഞ്ഞതാണ്. ആദരണീയമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമുക്ക് പഠിപ്പിച്ചു തന്നതാണ്. ആദരണീയമായ മുഹറം മാസത്തിന്റെ പ്രധാനപ്പെട്ട പല അമലുകളിലെ ശ്രദ്ധേയമായൊരു അമലാണ് മുഹറമിൽ നോമ്പെടുക്കുന്ന കാര്യം. ഇസ്ലാമിക ചരിത്ര അധ്യാപനങ്ങളിലൂടെ നമ്മളൊന്ന് പഠിച്ചാൽ മനുഷ്യ സംസ്കാരം, മനുഷ്യനിൽ കൃത്യമായി എത്തിപ്പെടാൻ നോമ്പിന്റെ ഒരു ഇടപെടൽ വല്ലാതെ ഉണ്ട്. സഹാനുഭൂതിയാണ് വ്രതത്തിന്റെ വിശുദ്ധി മനുഷ്യന് നൽകുന്നത്. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഏത് കാലഘട്ടത്തിൽ മനുഷ്യൻ ജീവിച്ചു എന്ന് പറയുന്ന ചരിത്രം എടുത്താലും നോമ്പിനെ കുറിച്ചുള്ള ഒരു ചർച്ച അവിടെ നമുക്ക് കാണാൻ കഴിയും. നോമ്പ് ഒഴിവായ ഒരു മനുഷ്യ ജീവിതം ഭൂമിയിൽ കാണപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭൂമിയിൽ വന്നിട്ട് നിരന്തരമായി സയ്യിദുനാ ആദം അലൈഹിസ്സലാത്തു വസ്സലാം നോമ്പെടുത്തിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ കാണാൻ കഴിയും. മഹാനവറുകളുടെ വയറ്റിൽ അള്ളാഹു വിലക്കിയ കനി സ്വർഗത്തിൽ നിന്ന് കഴിച്ചു വന്നത് ദഹിക്കാൻ വേണ്ടിയായിരുന്നു ഈ നോമ്പ് എന്ന് പറയപ്പെടുന്നവരുണ്ട്. പരിശുദ്ധമായ റമദാൻ മാസത്തിന്റെ നോമ്പിന് തുല്യമായ ഒരു 30 ദിവസത്തിന്റെ നോമ്പ് മഹാനവറുകൾ എടുത്തിരുന്നു ഒരു വർഷത്തിൽ എന്നും കാണുന്നുണ്ട്. മഹാനായ ശൈഖ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജിലാനി തങ്ങളെപ്പോലെയുള്ള ഖദ്ദസല്ലാഹു അസ്റാറഹു മഹത്തുക്കളായ സുഫിയാക്കൾ പഠിപ്പിക്കുന്നത് കറുത്തവാവിന്റെയും വെളുത്തവാവിന്റെയും ദിവസങ്ങളിൽ ആദ്യ നബിക്ക് നോമ്പുണ്ടായിരുന്നു എന്നുള്ളതാണ്. ഊനിയെയും മറ്റും അതൊക്കെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്. ഈ രീതിയിൽ വിലക്കപ്പെട്ട കനിയുടെ ദഹനത്തിന് വേണ്ടിയോ അല്ലാതെയോ, ശറഇൽ മഹാനവറുകൾ അനുഷ്ഠിക്കണമെന്ന നിയമം ഉള്ളതിന്റെ പേരിലോ അല്ലാതെയോ, എവിടെ പരിശോധിച്ചാലും മനുഷ്യ കാലഘട്ടങ്ങൾ മുഴുവൻ നോമ്പിന്റെ സാന്നിധ്യത്തോടു കൂടെ അല്ലാതെ ചരിത്രത്തിൽ നമുക്ക് കാണാനോ പഠിക്കാനോ കഴിയില്ല. നോമ്പിനെ കുറിച്ച് ഖുർആൻ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും. പൂർവീകർക്ക് നോമ്പ് നിർബന്ധമായിരുന്നു, അതുപോലെ നിങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടു എന്നാണ് പരിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ബഖറ നമ്മോട് നോമ്പിനെ കുറിച്ചുള്ള ചരിത്രം പറഞ്ഞത്. നോമ്പിനെ കുറിച്ചുള്ള പൊതുവായ ഒരു ധാരണ ഞാൻ വേഗം ഒന്ന് പറയാം. പരിശുദ്ധമായ മുഹറം മാസം നോമ്പിന്റെ മാസമാണല്ലോ. പ്രത്യേകിച്ച് അതിന്റെ 9, 10 നോമ്പെടുക്കുന്ന ആളുകൾ അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇതേക്കുറിച്ചൊരു ധാരണ ഉണ്ടാവുന്നത് നല്ലതാണ്. നോമ്പിനെ കുറിച്ചുള്ള പൊതുവായ ധാരണ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ഖുദ്സിയായ ഹദീസ് സ്വഹീഹുൽ ബുഖാരി, സ്വഹീഹ് മുസ്ലിം ഉദ്ധരിക്കുന്നതായി കാണാം. ആദം സന്തതി ചെയ്യുന്ന എല്ലാ അമലുകൾക്കും അള്ളാഹു കൂലി കൊടുക്കും, നോമ്പിന് പ്രത്യേക കൂലി വ അന അജ്സി ബിഹി എന്ന് അള്ളാഹ് പറഞ്ഞതായി പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പിന്റെ പ്രതിഫലം പ്രത്യേകമായി തന്നെ ആദം സന്തതിക്ക് ആസ്വദിക്കാൻ കഴിയും, അത് ഞാൻ വേറെ നൽകും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. പരിശുദ്ധമായ നോമ്പ് എന്നത് ഒരു രക്ഷാ കവചമായി മനുഷ്യന്റെ വിഫൽ ഘട്ടങ്ങളിൽ മുഴുവനും ഇടപെടുകയാണ്.
അതുകൊണ്ട് വിഫൽഘട്ടങ്ങളിൽ നമുക്ക് ആശ്രയമായി, രക്ഷാകവചമായി, സുരക്ഷിതത്വമായി നമ്മുടെ നോമ്പ് കാവൽ നിൽക്കാൻ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നിബന്ധനകൾ നോമ്പുകാരനോട് പറഞ്ഞിട്ടുണ്ട്. അത് ഏത് നോമ്പിനാണെങ്കിലും ഇസ്ലാമിൽ നോമ്പിനെ കുറിച്ചുള്ള പൊതുവെയുള്ള കാഴ്ചപ്പാടുകളും അതിന്റെ അനുഷ്ഠാന ചിട്ടകളായി പറയുന്നത് ഇദാകാന യൗമു സൗമി അഹദിക്കും ഫലാ യർഫുസ് വലാ യസ്ഖബ്. നോമ്പെടുക്കുന്ന പ്രഭാതം എത്തിയാൽ സൂക്ഷിക്കണം, നാവ് കൊണ്ട് വൃത്തിയില്ലാത്തതൊന്നും പറയാൻ പാടില്ല, ബഹളത്തിൽ ഉച്ചത്തിൽ സംസാരിക്കാൻ പാടില്ല. അത് നോമ്പ് എന്ന് പറയുന്ന അമലിനോടുള്ള ഒരു പ്രത്യേകമായ ആദരവാണ്. നല്ല രീതിയിൽ നോമ്പെടുത്തു കഴിഞ്ഞാൽ ആ നോമ്പുകാരന്റെ വായക്ക് വരുന്ന പകർച്ചക്ക് പോലും കസ്തൂരിയേക്കാൾ എന്ന ഒരു പ്രയോഗത്താൽ മനുഷ്യനെ ബോധ്യപ്പെടുത്തി കൊടുക്കുക സുഗന്ധത്തിന്റെ അങ്ങേയറ്റം. അള്ളാഹു പരിഗണിച്ചത് സുഗന്ധമായ ആ വായന്റെ വാസന, ചവർപ്പ് രുചിയിൽ പട്ടിണി കിടന്ന ഉദരത്തിന്റെ ആ പട്ടിണിയെ അനുഭവിച്ച അവന്റെ ഉമിനീര് ഗ്രന്ഥികളുടെ ചവർപ്പ് ടേസ്റ്റ്, അതിനോടനുബന്ധമായി വന്നിട്ടുള്ളതായ ഒരു വാസന, അതിന് കസ്തൂരിയേക്കാൾ അള്ളാഹു പരിഗണിച്ചിട്ടുണ്ട് എന്ന് പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ള നോമ്പ് പരിശുദ്ധമായ മുഹറം മാസത്തിന്റെ ഒരു പ്രധാന അമലാണ്. മുഹറമിനെ എണ്ണി നോക്കുമ്പോ, മുഹറമിനെ പഠിച്ചു നോക്കുമ്പോ, മുഹറമിനെ അനുഭവിച്ചു നോക്കുമ്പോ, മുഹറമിന്റെ ചരിത്രത്തിൽ നമ്മൾ കൂലങ്കശമായി ചിന്തിക്കുമ്പോൾ നോമ്പ് എന്ന് പറയുന്ന ഒരു അമല് എമ്പാടും അതിൽ പുണ്യമായി തന്നെ കാണുന്നുണ്ട്. അള്ളാഹുവിന്റെ ഖുർആൻ പവിത്രം എന്ന് പറഞ്ഞ് പ്രത്യേകം മാറ്റി നിർത്തിയ 4 മാസങ്ങളുണ്ട്. യുദ്ധം ഹറാമായ മാസം എന്നൊക്കെ പറയും. മിൻഹ അർബഅത്തുൻ ഹുറും എന്ന് ഖുർആൻ പറഞ്ഞ 4 മാസങ്ങൾ. ആ 4 മാസവും നോമ്പ് സുന്നത്താണ്. അതിൽപ്പെട്ടതാ മുഹറം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു നോമ്പുകാരന് കൊടുക്കുന്ന പരിഗണന, യഥാർത്ഥ നോമ്പുകാരന്റെ സ്വീകരിക്കപ്പെട്ട നോമ്പ് മുഖേന അവന് കിട്ടുന്ന പരിഗണന നോക്കിക്കോളൂ. മാമിൻ അബ്ദിൻ യസൂമു യൗമൻ ഫീ സബീലില്ലാഹി, അള്ളാഹ്ക്ക് പൊരുത്തുള്ള ഒറ്റ നോമ്പെടുത്താൽ മതി. എന്നാൽ അതിന് കിട്ടുന്ന പരിഗണന ഇല്ലാ ബഅദല്ലാഹു ബിദാലിക്കൽ യൗം, ആ ഒരൊറ്റ ദിവസത്തെ പരിഗണിച്ചാൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ മനുഷ്യന്റെ ശരീരത്തെ സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ നരകത്തിൽ നിന്ന് അകറ്റി ഇപ്പൊ അവൻ നിൽക്കുന്നത് ഒറ്റ നോമ്പിന്റെ സ്വീകാര്യതയിൽ 70 വർഷം ഇനി യാത്ര ചെയ്താലേ നരകത്തിന്റെ വിളയാളം കേൾക്കൂ. അത്രത്തോളം അവൻ സ്വർഗത്തിന്റെ അകത്താണ് എന്ന് പുണ്യനബി സ്വഹീഹ് മുസ്ലിം ഈ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ നോമ്പ് അള്ളാഹു പരിഗണിക്കുന്ന രീതിയിലേക്കുള്ള അർഹത, അതിനുള്ള ക്വാളിറ്റി ആ നോമ്പെടുക്കുന്ന ആളാൽ നോമ്പിന് ഉണ്ടാവണം. അള്ളാഹു അങ്ങനെയൊക്കെ നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹുവിനെ കാണാൻ കഴിയാവുന്ന ആ വലിയ സൗഭാഗ്യം സ്വർഗം കിട്ടില്ലല്ലോ. ഫമൻ കാന യർജു ലിഖാഅ റബ്ബിഹി ഫലയഅമൽ അമലൻ സാലിഹാ എന്ന് പറഞ്ഞത് സൂറത്തുൽ കഹ്ഫ്. അള്ളാഹുവിനെ കാണണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സ്വാലിഹായ അമൽ ചെയ്യാനാണ് പറഞ്ഞത്. അള്ളാഹിനെ കാണാ എന്നതിന് ഒരു പ്രധാന മാനദണ്ഡം സ്വാലിഹായ അമൽ ചെയ്യുക എന്നതാണ്. അപ്പൊ സ്വാലിഹായ അമൽ മുഖേന എത്തിപ്പെടുന്നത് സ്വർഗം എന്ന് പറയുന്നതിനേക്കാളും അള്ളാഹിനെ കാണൽ എന്നതാണ്. അള്ളാഹിനെ കാണണോ? സ്വാലിഹായ അമൽ. ഇങ്ങനെ പറഞ്ഞു. ഈസാ നബി ചോദിച്ചു, എനിക്ക് നിന്നെ കാണണം, എങ്ങനെയാ കാണാ? അള്ളാഹു ആ സ്വാലിഹായ അമൽ പറഞ്ഞു കൊടുത്തു. ഖുർആനിൽ പറഞ്ഞ അള്ളാഹിനെ കാണാൻ വേണ്ടി ചെയ്യേണ്ട സ്വാലിഹായ അമൽ എന്ന് പറഞ്ഞത് എന്താണെന്ന് ഈസാ നബി നേരത്തെ ചോദിച്ചിട്ടുണ്ട്. മഹാനായ ഇമാം ഗസാലി അവിടുത്തെ മുക്കാശഫയിൽ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ മറുപടി തജൂഉ തറാനി, വയറൊന്നങ്ങോട്ട് വിശക്കട്ടെ, എന്നെ കാണാൻ പറ്റും. വയറ് വിശക്കുന്നോടത്ത് അള്ളാഹിനെ കാണാൻ കിട്ടാ എന്ന് അള്ളാഹുവിന്റെ മറുപടി സയ്യിദുനാ ഈസാ അലൈഹിസ്സലാമിനോട്. അത്രത്തോളം നമ്മുടെ ശരീരത്തിന്റെ നികുതി അള്ളാഹുവിൽ സമർപ്പിക്കുന്ന കർമ്മമായി നോമ്പ് ഇടപെടാം. അങ്ങനെ തന്നെ റസൂലുള്ളാഹി പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ലികുല്ലി ഷൈഇൻ സക്കാ വസകാത്തുൽ ജസദി അസ്സൗം. എല്ലാ സാധനത്തിനും ഒരു നികുതിയുണ്ട്. നമ്മുടെ ശരീരത്തിന്റെ നികുതി അത് നോമ്പാണെന്ന് പുണ്യനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോമ്പിനെ കുറിച്ചുള്ള പൊതുവായ ധാരണ ഇങ്ങനെ എന്നതൊന്ന് ആ മുഖത്തിൽ പറഞ്ഞു വെച്ചതാണ്. ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പഠിക്കുമ്പോൾ, ഇസ്ലാമികമായ അധ്യാപനങ്ങളിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നോമ്പിനെ കുറിച്ചുള്ള ഒരു പൊതുവായ കാഴ്ചപ്പാട് ഇങ്ങനെയാണ്. സുന്നത്ത് നോമ്പുകളിലേക്ക് കടന്നവരാണ്. സുന്നത്ത് നോമ്പ് വല്ലാത്ത ശ്രേഷ്ഠത ഉള്ളതാണ്. നമ്മെ സംസ്കരിക്കാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. നോമ്പ് കൊണ്ട് നമ്മൾ സംസ്കരിക്കപ്പെടാണ്, നമ്മൾ നന്നാവാണ്. സഹ അനുഭൂതി കൊണ്ടും സഹിഷ്ണുത കൊണ്ടും സ്നേഹം കൊണ്ടും അതുപോലെ തന്നെ അഹങ്കാരത്തിന്റെ എല്ലാ മഞ്ചലുകളെയും പല്ലക്കുകളെയും താഴെ ഇറക്കി വെച്ചിട്ട് നമ്മൾ വളരെ വിനയത്തോടുകൂടെ ഒന്നങ്ങ് കുനിഞ്ഞു നടക്കലുകൊണ്ടും നമുക്ക് എവിടം വരെ റബ്ബിന്റെ മുന്നിൽ ഉന്നതി പ്രാപിക്കാൻ കഴിയുന്നു അവിടേക്കൊക്കെ മുഴുവൻ നോമ്പ് നമ്മെ എത്തിക്കാണ്.
അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളൊക്കെ നോമ്പിൽ വല്ലാതെ മുന്നിട്ട് നിന്ന ഒരു പ്രകൃതമായിരുന്നു. വലിയ പരിഗണന കാണാം. ഹദീസിൽ കാണാം, മഹാനായ അബൂ ഖത്താദ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഇമാം മുസ്ലിമിന്റെ സ്വഹീഹിൽ കാണുന്ന ഹദീസാണ്. ഒരിക്കൽ ഒരു സ്വഹാബി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ഹബീബിനോട് ചോദിച്ചു, സല്ലല്ലാഹു അലൈഹി വസല്ലം, കൈഫ തസൂം, നബിയെ അങ്ങ് എങ്ങനെയാ നോമ്പെടുക്കുക? റസൂലുള്ളാഹിയോട് നേരിട്ട് ഒന്ന് ചോദിക്കുക സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ആത്മീയ രഹസ്യമാണ്, ഒരു രഹസ്യമായ അമല്. തസവ്വുഫിന്റെ ഉലമാ പറയുന്നുണ്ട്, നോമ്പെടുക്കുന്ന ആളും അള്ളയും അല്ലാതെ മറ്റൊരാളും ഈ അമല് കാണുന്നില്ല. വളരെ രഹസ്യമായി ആസ്വദിച്ച് ചെയ്യുന്ന ഒരു അമലാണ്. മഹാന്മാരായ സുഫിയാക്കളുടെ ലോകത്ത് നോമ്പിനെ കുറിച്ച് വിലയിരുത്തപ്പെടുന്നത്. സഹാബി വന്നുകൊണ്ട് ചോദിച്ചു, കൈഫ തസൂം, നബി അങ്ങ് എങ്ങനെയാ നോമ്പെടുക്കുന്നത്? ആ ചോദ്യത്തിൽ തന്നെ ഒരാമുഖം വേണമായിരുന്നു എന്ന് തോന്നിപ്പോവാം. കാരണം ഹബീബായ നബി തങ്ങൾ ആത്മീയമായി ആസ്വദിക്കുന്ന രഹസ്യ അമലിനെ കുറിച്ച് ഒന്ന് പരസ്യമായി പറഞ്ഞാൽ സ്വാഭാവികമായും ദേഷ്യം വന്നു പോകും. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നോമ്പിനെ കണ്ടിരിക്കുന്നിടത്ത് ആ സ്വഹാബിയുടെ ചോദ്യം എത്തിയില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖദബ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുണ്യ നബി വല്ലാതെ ദേഷ്യപ്പെട്ടു. സല്ലല്ലാഹു അലൈഹി വസല്ലം ദേഷ്യപ്പെട്ടു. ദേഷ്യം വന്നുപോയ മുഖം. ഒരാത്മീയമായ രഹസ്യമായി ആസ്വദിച്ച് ചെയ്യുന്ന ഒരു ആസ്വാദന മാർഗത്തെ, അല്ലെങ്കിൽ നോമ്പിന്റെ ആത്മീയ തലങ്ങളെ അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഉള്ളുകൊണ്ട് എങ്ങനെ അതിനെ മുഖവിലക്കെടുത്തോ, അതിന്റെ ആഴമറിയാതെ ചോദിച്ചു പോയ അവിവേകിയുടെ ചോദ്യം പോലെ മുഖം വിവരണമായി ആ കണ്ണുകളിൽ നിന്നും ഗൗരവത്തിന്റെ തീപ്പാറൽ സംഭവിച്ചു കഴിഞ്ഞു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ സ്വഭാവത്തിന്റെ വ്യതിയാനത്തെ വേഗം വായിച്ചെടുത്തു. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഉടനെ ഉറക്കെ വിളിച്ചു പറഞ്ഞു, റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ നഊദു ബില്ലാഹി മിൻ ഗളബില്ലാഹി വഗളബി റസൂലിഹി. ഉമർ വിളിച്ചു പറഞ്ഞു, റളിയല്ലാഹു അല്ലാഹു റബ്ബാ, ഞങ്ങൾക്ക് തൃപ്തിയാ. വബിൽ ഇസ്ലാമി ദീന, ഇസ്ലാം ദീന ഞങ്ങൾക്ക് തൃപ്തിയാ. വബി മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ, മുത്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് നബിയും റസൂലാ, ഞങ്ങൾക്ക് തൃപ്തിയാതില്. അല്ലാഹുവേ, നിന്നോട് ഞങ്ങൾ കാവൽ തേടുന്നു നിന്റെ കോപത്തിൽ നിന്നും, നിന്റെ ഹബീബിന്റെ കോപത്തിൽ നിന്നും. സയ്യിദനാ ഉമർ, ഒറ്റ ചോദ്യമുള്ളൂ, ആത്മീയ രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഒരു മനുഷ്യന്റെ മനസ്സുകൊണ്ട് കഴിയുന്ന ഏറ്റവും വലിയ അമലായ നോമ്പ് അങ്ങ് എങ്ങനെയാ എടുക്കാന്ന് അങ്ങനെ ചോദിച്ചു. മുഖം വിവരണായി, അങ്ങനെ പരസ്യമായിട്ട് പറയാനുള്ളതല്ലത്. മഹാനായ ഉമർ ഹബീബിനെ തണുപ്പിക്കാൻ തുടങ്ങി. فجعل عمر رضي الله عنه يردد هذا الكلام حتى سكن غضبه. അല്ലാഹുവിന്റെ ഹബീബിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം കോപം നിലച്ചു പോകുന്നവരെ ഉമർ ഇബ്നുൽ ഖത്താബ് റളീനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബിമുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ്യ ഈ ദിക്ർ ഇങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. ഹബീബായ നബിയെ സന്തോഷിപ്പിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് മെല്ലെ ചോദിച്ചു, ആഗതന്റെ ചോദ്യത്തിന്റെ ഏതൊരു ഉത്തരമാണ് സദസ്സ് പ്രതീക്ഷിക്കുന്നത്? ആ ഉത്തരത്തിന് എല്ലാവരും ഒരുപോലെ ആഗ്രഹിക്കാം. ഉമറും ആഗ്രഹിച്ചു റളിയല്ലാഹു അൻഹു. ചോദിച്ചു, യാ റസൂലല്ലാഹ്, കൈഫ ബിമൻ യസൂമു ദഹ്റ കുല്ലഹ്, ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുക്കാൻ ഒരാളെ പറ്റി, ഒരു കൊല്ലം മുഴുവൻ നോമ്പെടുക്കാൻ തീരുമാനിച്ച ഒരാളെ പറ്റി എന്താണ് അങ്ങ് പറയാ നബിയെ എന്ന് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. ലാ സാമ വലാ അഫ്തറ, നോമ്പ് പിടിക്കണേ പിടിക്കാം, അല്ലി പിടിക്കണ്ട. ഒരു വ്യക്തമായ മറുപടി വന്നില്ല. വീണ്ടും ഉമർ ഇബ്നുൽ ഖത്താബ് ചോദിച്ചു, കൈഫ മൻ യസൂമു യൗമൈൻ വയുഫ്തിറു യൗമാ. നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം 365 വർഷം, അത് ദിവസം, അല്ലെങ്കിൽ 12 മാസം എന്ന് പറയാം. ഒരു വർഷത്തെ എല്ലാ ദിവസങ്ങളിലും ഒരാൾ നോമ്പെടുക്കാൻ തീരുമാനിച്ചു. ആ നോമ്പെടുക്കുന്ന രീതി ഇങ്ങനെയാണ്. എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ പരിപൂർണമായിട്ട് എടുക്കുന്നതല്ല. ആ ഒരു വർഷത്തെ എല്ലാ ദിവസങ്ങളിലും ആദ്യത്തെ 2 ദിവസം നോമ്പെടുക്കും, പിന്നെ ഒരു ദിവസം നോമ്പെടുക്കൂല, പിന്നെ 2 ദിവസം നോമ്പെടുക്കും, പിന്നെ നോമ്പെടുക്കുക. അതായത് 2 നോമ്പ് തുടർച്ചയായിട്ട് പിടിച്ച് 3-ാമത്തെ ദിവസം നോമ്പ് പിടിക്കാതിരിക്കാൻ. ഈ രീതിയിൽ ഒരു കൊല്ലം മുഴുവൻ ഒരാൾക്ക് നോമ്പ് എടുക്കാൻ പറ്റിയാൽ എന്താ നബിയെ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, വയുതീഖു ദാലിക അഹദ്, ആർക്കെങ്കിലും അങ്ങനെ കഴിയോ? 2 ദിവസം നോമ്പ് പിറ്റേന്ന് നോമ്പില്ല, പിന്നെ 2 ദിവസം നോമ്പ് പിറ്റേന്ന് നോമ്പില്ല, അങ്ങനെ ഒരു കൊല്ലം മുഴുവൻ
അങ്ങനെ നോമ്പെടുക്കാൻ ആർക്കെങ്കിലും കഴിയുമോ? അങ്ങനെ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്തോ. പിന്നെയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, കൈഫ മൻ യസൂമു യൗമൻ വയുഫ്തിറു യൗമാ. 2 ദിവസം തുടർന്ന് നോമ്പ് പിടിക്കുക, പിന്നെ 3 നോമ്പ് പിടിക്കാതിരിക്കുക. അങ്ങനെ ആയിരുന്നു ആദ്യത്തെ ചോദ്യം. നബി അങ്ങനല്ല, ഒരു ദിവസം നോമ്പ് പിടിക്കുക, പിറ്റേന്ന് നോമ്പ് പിടിക്കാതെ, പിന്നെ നോമ്പ് പിടിക്കാതിരിക്കുക. ഒന്നിടവിട്ട് നോമ്പ് പിടിക്കുന്നതോ? അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞു, ദാവൂദ് നബി അങ്ങനെ ഉംറയെ നോമ്പെടുത്തിരുന്നത്. സുന്നത്ത് നോമ്പിന്റെ കാര്യം പറയുന്നത് പ്രാധാന്യമുണ്ട്. പിന്നെ ഉമർ ചോദിക്കാണ്, നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം നോമ്പെടുത്തു, പിന്നെ 2 ദിവസം നോമ്പെടുക്കുന്നില്ല. ആദ്യം പറഞ്ഞത് 2 ദിവസം നോമ്പെടുത്തു, പിന്നെ പിറ്റേന്ന് ഒരു ദിവസം നോമ്പെടുക്കുന്നില്ല. രണ്ടാമത് ചോദിച്ചത് ഒരു ദിവസം നോമ്പെടുത്തു, പിറ്റേന്ന് നോമ്പെടുത്തില്ല, പിറ്റേന്ന് നോമ്പെടുത്തു, പിറ്റേ നോമ്പെടുത്തില്ല. മൂന്നാമത് ചോദിക്കാണ്, ഒരു ദിവസമേ നോമ്പെടുത്തിട്ടുള്ളൂ, 2 ദിവസം പിന്നെ നോമ്പെടുത്തിട്ടില്ല. അങ്ങനെ ചോദിച്ചപ്പോൾ റസൂലുള്ളാഹി പറഞ്ഞു, എനിക്ക് കൂടുതൽ ഇഷ്ടം അങ്ങനെയാ. ഈ രീതിയിൽ സുന്നത്ത് നോമ്പിന്റെ കാര്യത്തിലേക്ക് ഇടപെട്ടു. മാസത്തിൽ 3 നോമ്പെടുക്കൽ നല്ലതാ സയ്യിദുനാ റസൂലുള്ളാഹി. പിന്നെയോ അറഫയുടെ നോമ്പിനെ കുറിച്ച് പറഞ്ഞു. അതേ സദസ്സിൽ തന്നെ പിന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹറം 10 നോമ്പിനെ പറഞ്ഞു, മുഹറം 9 നോമ്പിനെ പറഞ്ഞു. സ്വഹീഹ് മുസ്ലിം അഹ്തസിബു അലല്ലാഹി യുകഫിറ അസ്സനത്തല്ലതി ഖബലാ. മുഹറം 10 നോമ്പ് ഒരു കൊല്ലത്തെ പാപം പൊറുക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നോമ്പുകൾക്കിടയിൽ പ്രതിഫല വ്യത്യാസത്തിന്റെ യുക്തി, നോമ്പുകൾക്കിടയിൽ, അതായത് അറഫയുടെ നോമ്പിന്റെ പ്രതിഫലത്തില്, മുഹറം 10 നോമ്പിന്റെ പ്രതിഫലത്തിൽ, അങ്ങനെ പല യുക്തി നമുക്ക് ഹദീസുകളിൽ കാണാനുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദിവസമാണ് അറഫ. അത് ഈ സമുദായത്തിന്റെ പ്രത്യേകതയാണ്. ആ ദിവസം മുഹമ്മദിയൻ ദിവസം എന്ന് പറയാം, യൗമുൻ മുഹമ്മദിയുൻ. ആശുറ യൗമുൻ മൂസവിയുൻ എന്ന് പറയാം, മൂസ നബിയുടെ ദിവസം എന്ന് പറയാം. അപ്പൊ മൂസവിയായ ദിവസത്തിനേക്കാൾ ഇരട്ടി പ്രതിഫലം മുഹമ്മദിയായ ദിവസം, അതായത് മുഹറം 10 ദിവസത്തെക്കാളും ഇരട്ടി പ്രതിഫലമാണ് അറഫയുടെ അന്ന്, ദുൽഹിജ്ജ 9 അന്നത്തെ നോമ്പിന് എന്ന് ഇസ്ലാമിക കർമ്മശാസ്ത്രം സയ്യിദുൽ ബക്രി ആയനത്തിൽ രേഖപ്പെടുത്തുന്ന അടക്കമുള്ള ധാരാളം ഫുഖഹാന്റെ അഭിപ്രായം ഹദീസിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ സുന്നത്ത് നോമ്പുകളിൽ പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട്. സുന്നത്ത് നോമ്പുകളിൽ പ്രതിഫലത്തിൽ വ്യത്യാസമുണ്ട്. റമദാൻ കഴിഞ്ഞാൽ നോമ്പെടുക്കാൻ അള്ളാഹു ഏറ്റവും തന്റെ അടിമയിൽ ഇഷ്ടപ്പെട്ട് കാണുന്ന ഒരു സമയം അത് മുഹറമാണെന്ന്, അഫ്ദലുസ് സിയാമി ബഅദ റമദാൻ ശഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമായ മുഹറമാണെന്ന് പുണ്യ നബി സ്വഹീഹ് മുസ്ലിം ആ ഹദീസ് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പൊ മുഹറം മാസത്തിലെ സുന്നത്ത് നോമ്പിന് പ്രതിഫലം കൂടുതലുണ്ട്. ദുൽഹിജ്ജ മാസത്തിന്റെ സുന്നത്ത് നോമ്പിന് പ്രതിഫലം കൂടുതലുണ്ട്. ഒരു പ്രതിഫലം കൂടുതലുള്ള ഒരു സമയത്തെ നോമ്പിലേക്കാണ് നമ്മൾ എത്തിപ്പെടുന്നത് എന്ന് കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ടല്ലോ. നമുക്ക് 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മുഹറം 9, 10 അടക്കമുള്ള നമ്മുടെ ഈ പുണ്യ മുഹറമിന്റെ ദിവസങ്ങളിലെ നോമ്പുകൾക്ക് വലിയ പ്രതിഫലം, വമ്പിച്ച പ്രതിഫലം നേടാം. 6 കാര്യങ്ങൾ നോമ്പെടുക്കുന്ന ആളുകൾ ശ്രദ്ധിച്ചേ പറ്റൂ. ഒന്നാമത്തേത് ഞാൻ വേഗം പറയാം, എല്ലാ വർഷവും ഇത് പറയലുള്ളതാ. ഒന്നാമത്തേത് നിയ്യത്തിൽ ശ്രദ്ധിക്കണം. രണ്ടാമത്തേത് ഈ നോമ്പിനെ കുറിച്ച് ഒരു ധാരണ വേണം. ഇത് റമദാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പിന്റെ ഏറ്റവും പ്രധാന സന്ദർഭമാണെന്ന് രണ്ടാമത് മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് കഴിവ് പോലെ, ശരീരത്തിന്റെ ആരോഗ്യം പോലെ ഇത് നഷ്ടപ്പെടാതെ നമുക്ക് അനുഷ്ഠിക്കാൻ കഴിയണം. അതായത് ശരീരത്തിന്റെ ആരോഗ്യത്തെ പരിഗണിച്ചുകൊണ്ട് ചിലപ്പോൾ നോമ്പെടുക്കേണ്ടവരും ചിലപ്പോൾ എടുക്കാതിരിക്കേണ്ടവരും ആരോഗ്യത്തെ പരിഗണിക്കണം. നാലാമത്തേത് മുഹറമിന്റെ 10 നോമ്പ് തീരില്ല, 11 നോമ്പ് സുന്നത്താണ്, അതും മറക്കാതെ ചെയ്യണേ. മുഹറം 10 വരെ അല്ല കേട്ടോ, 11 സുന്നത്ത് തന്നെയാണ്. അഞ്ചാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, മുഹറമിന്റെ 9, 10 ദിവസങ്ങൾ വന്നാൽ, പ്രത്യേകിച്ച് മുഹറമിന്റെ 10ാമത്തെ ദിവസം വന്നാൽ കുടുംബത്തിൽ വിശാലത കാണിക്കണം. സ്നേഹം കൊണ്ടാവാം, സഹകരണം കൊണ്ടാവാം, സഹായം ചെയ്തു കൊടുക്കലും ഉണ്ടാവാം, സന്തോഷിപ്പിക്കൽ കൊണ്ടും ഭക്ഷണം കൊടുക്കലും കൊണ്ടാവാം. ആറാമത് പറയട്ടെ, പുണ്യ മുഹറമിന്റെ സുന്നത്ത് നോമ്പ് എടുക്കുന്നവർ അറിയേണ്ട 6ാമത്തെ കാര്യം,
ആദ്യത്തെ 10 ദിവസവും നമുക്ക് സുന്നത്താണ്, നോമ്പ് സുന്നത്താണ്. ആദ്യത്തെ 10 ദിവസവും നമുക്ക് നോമ്പ് സുന്നത്താണ്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. വേഗം വിശദീകരിക്കാം. പരിശുദ്ധമായ മുഹറം മാസത്തിൽ, പ്രത്യേകിച്ച് അതിന്റെ 9ഉം 10ഉം ദിവസങ്ങളിൽ നോമ്പെടുക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 6 കാര്യങ്ങൾ. 1, നിയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കാം. എപ്പോഴും എല്ലാ സുന്നത്ത് നോമ്പ് വരുമ്പോഴും പറയാറുള്ള കാര്യമാണ് ഇട്ടത്. നിയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കാം. നിയ്യത്ത് വെക്കുമ്പോൾ ശ്രദ്ധിക്കണം. അതായത് ഫർള് ഖളാ ഉള്ള ആളുകൾ ഫർള് ഖളാ വീട്ടുന്നു എന്ന് നിയ്യത്ത് വെക്കണം. എപ്പോ ഖളാ വീട്ടുന്നു? നാളെ, അതായത് തൊട്ടടുത്ത പകലിന് മലയാളത്തിൽ പറയുന്ന ഒരു പ്രയോഗം നാളെ എന്നുള്ളത്. മഗ്രിബ് കഴിഞ്ഞാൽ പിന്നെ ഇന്നെന്നാ പറയാം. നമുക്ക് ദിവസം ആരംഭിക്കുന്നത് മഗ്രിബ് കഴിയുമ്പോഴാണ്. ആദ്യം രാത്രിയാ, പിന്നെ പകൽ. നാളെ എന്ന് പറയുന്നത് സത്യത്തിൽ ഇന്നല്ലേ ഉസ്താദെ പറയേണ്ടത്? അല്ല, അങ്ങനെ പറഞ്ഞു. ഗദ് എന്ന വാക്കിന് അടുത്ത പകൽ എന്നാണ് സാധാരണ മലയാളീകരിക്കപ്പെടുന്നത്. അടുത്ത പകൽ എന്നതിന് മലയാളി പറയുന്നത് നാളെ എന്ന വാക്കുന്നാണ്. അപ്പൊ അത് തലേ രാത്രിയിൽ നെയ്യത്ത് വെക്കണമെന്ന് ചുരുക്കം. ഫർള് ഖളാ വീട്ടുക എന്ന നെയ്യത്താണ് വെക്കുന്നെങ്കിൽ തലേ രാത്രി വെക്കണം. അതിന്റെ കൂടെ തന്നെ സുന്നത്തിന്റെ നെയ്യത്തും വേണമെങ്കിൽ കരുതാവുന്നതാണ്. കരുതിയില്ല എങ്കിലും ആ പകലിൽ നോമ്പുണ്ടായാൽ തന്നെ സുന്നത്ത് നോമ്പിന്റെ പ്രതിഫലവും കിട്ടും. ഫർള് ഖളാ വീട്ടുന്നതായതിന്റെ പേരിൽ ഫർള് ഖളാ വീടുക വഴി ഫർളിന്റെ പ്രതിഫലവും കിട്ടും. ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് അതാണ്. ഫത്ഹുൽ മുഈൻ വളരെ വ്യക്തമായി തന്നെ അത് പറയുന്നുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അതായത് ഫർള് ഖളാ വീട്ടാനുള്ളവരൊക്കെ ഫർള് ഖളാ വീട്ടുക എന്നതാണ്. ആ സമയത്ത് നെയ്യത്തിൽ ശ്രദ്ധിക്കണം. നെയ്യത്ത് രാത്രി വെക്കണം. നെയ്യത്തിൽ ഫർള് ഖളാ വീട്ടുന്നു എന്നുള്ളത് കരുതുകയും വേണം. ഫർള് ഖളാ വീട്ടുന്നവരാണെങ്കിൽ, അതിപ്പോ ഖളാ വീട്ടാലും മിക്കവാറും ഖളാ ഒക്കെ ആയിട്ടുണ്ടാവും. ചെറുപ്പത്തിലെ പ്രായപൂർത്തിയായ ശേഷം എപ്പോഴെങ്കിലും ഒക്കെ നോമ്പ് വിട്ടുപോയിട്ടുണ്ടാവും. ഖളാ വീട്ടി, ഈ ഖളാ വീട്ടൽ നമുക്ക് നമ്മുടെ ലിസ്റ്റിൽ ഒരു നോമ്പും ഖളാ ഇല്ല എന്ന് തന്നെ ആണെങ്കിൽ പോലും സുന്നത്തിലേക്ക് ആ ദിവസത്തിൽ നോമ്പുണ്ടായെന്ന ആ ഒരു പരിഗണനയെ സുന്നത്തിലേക്ക് ആ നോമ്പിനെ ചേർക്കപ്പെടുന്നതാണ്. അപ്പൊ ഫർദൊക്കെ ഖളാ വിട്ടുന്നവര് രാത്രി നെയ്യത്ത് വെക്കുക എന്ന് ശ്രദ്ധിക്കുക. അതോടൊപ്പം തന്നെ സുന്നത്തിനെയും കരുതാവുന്നതാണ്. മുഹറം 9 അല്ലെങ്കിൽ മുഹറം 10 അല്ലെങ്കിൽ മറ്റേത് സുന്നത്ത് ദിവസമാണോ ആ ദിവസം, മുഹറമിന്റെ ആദ്യത്തെ ദിവസങ്ങളിൽ ഇന്ന ദിവസം നാളെ സുന്നത്തായ നോമ്പ്, അതും കൂടി കരുതാവുന്നതാണ്. രണ്ടും കരുതിയാലും കിട്ടും, രണ്ടും കരുതിയില്ലെങ്കിലും രണ്ടിൽ ഫർള് മാത്രം കരുതി സുന്നത്ത് ഒഴിവാക്കി ഫർള് മാത്രം കരുതിയാലും ആ ദിവസത്തെ നോമ്പിന്റെ സുആൽ ഒഴിവാകുമെന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ, മഹാനായ ഇബ്നു ഹജർ ഹൈത്തമി തങ്ങള്, അതുപോലെ തന്നെ സക്കരിയ അൻസാരി തങ്ങൾ റളിയല്ലാഹു അൻഹുമ പോലെയുള്ള മഹത്തുക്കൾ പറഞ്ഞതായി ഫത്ഹുൽ മുഈനിൽ രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ നോമ്പിനെ പറ്റി ഒരു വില നമ്മൾ ഇടണം. എന്താ ഇതിന്റെ വില? റമദാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നോമ്പാണ് മുഹറം 9 അല്ലെങ്കിൽ മുഹറം 10. അങ്ങനെ ഇതിനൊരു ശ്രേഷ്ഠത ഉണ്ടെന്നൊരു ബോധം നമുക്ക് ഉണ്ടാവണം. അപ്പൊ ആ നോമ്പ് ഒരു സാധാരണ നോമ്പല്ല, അതിന് കൂലി കൂടുതലുണ്ട്. ആ കൂലി ഉള്ള സന്ദർഭത്തെ ഞാൻ എന്തിനു പാഴാക്കണം? അപ്പൊ റമദാൻ കഴിഞ്ഞാൽ സുന്നത്ത് നോമ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് നോമ്പായ ഈ മുഹറം 10 മുഹറം 9 സമയത്തെ നോമ്പിനെ ഞാൻ എന്തിനു പാഴാക്കണം? അതിനൊരു വലിയ കൂലി ഉള്ളതല്ലേ. അങ്ങനെ ആ നോമ്പിനെ കുറിച്ചൊരു ധാരണ ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് മുഹറം 9, 10 ദിവസങ്ങളിൽ നോമ്പെടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട രണ്ടാമത്തെ കാര്യം. അതിനൊരു വിലയുണ്ടെന്ന് മനസ്സിലാക്കാതെ, വലിയ കൂലി ഉണ്ടെന്ന് മനസ്സിലാക്കാം. പിന്നെയോ മൂന്നാമത്തെ കാര്യം, ശ്രദ്ധിക്കേണ്ട മൂന്നാമത്തെ കാര്യം, ശരീരത്തിന്റെ ആരോഗ്യം സൂക്ഷിക്കണം എന്നുള്ളതാണ്. ചില ആളുകൾ നോമ്പെടുത്തിട്ട് രോഗിയായി ഇടങ്ങേറാകുന്നുണ്ട്. രോഗിക്ക് നോമ്പ് നിർബന്ധമല്ലേ? ഫർളായ റമദാന്റെ നോമ്പ് പോലും രോഗിക്ക് നിർബന്ധമില്ലാത്തതാണ്. അതായത് ഖുർആൻ കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യം അത്. അവർക്ക് അതിൻ്റെതായ പരിഹാരങ്ങളുണ്ട്. രോഗം മാറുന്ന സന്ദർഭം ഉണ്ടെങ്കിൽ അന്നേരം ഖളാ വീട്ടാവുന്നതാണ്. റമദാന്റെ ഫർള് നോമ്പിനെ കുറിച്ച് പറഞ്ഞത് അങ്ങനെയാണ്. അപ്പൊ സുന്നത്തായ നോമ്പുകൾ പിടിക്കുമ്പോഴും ശരീരത്തിന്റെ ആരോഗ്യം, കഴിവ് എങ്ങനെ ഉണ്ടെന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. രോഗം വരുത്തി വെക്കരുത്. ആരോഗ്യമുള്ള പോലെ എന്ന തീരെ ഒഴിവാക്കുകയും ചെയ്യരുത്. നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് നോമ്പെടുക്കാം. പവിത്രമായ 4 മാസങ്ങൾ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. മിൻഹാ അർബഅത്തുൻ ഹുറും, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്. ഈ 4 മാസങ്ങളിൽ നമ്മൾ നോമ്പെടുക്കൽ സുന്നത്തുള്ളതാണ്. എന്നാലും നമ്മുടെ ശരീരത്തിന്റെ ആരോഗ്യത്തെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം തുടർച്ചയായി 3 മാസങ്ങളാണ്. ഈ 3 മാസങ്ങളിൽ പല ദിവസങ്ങളിലും മിക്കവാറും നോമ്പുള്ള ആളുകൾ ഉണ്ടാവാറുണ്ട്. ശരീരത്തിന്റെ കഴിവും ആരോഗ്യവും സൂക്ഷിക്കണേ. ഒരു സ്വഹാബിയുണ്ട്,
അദ്ദേഹം അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വരാം. ഞാൻ വേഗം പറയാം, പലപ്പോഴും പറഞ്ഞിട്ടുള്ളത്. മഹാനായ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട സ്വഹാബി നബിയെ കാണാൻ വേണ്ടി ദൂരേന്ന് വരാം. ഇമാം അബൂദാവൂദ് അവിടുത്തെ സുനനിൽ ഈ ഹദീസ് പറയുന്നതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ സ്വഹാബി വന്നപ്പോ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നു. എന്നിട്ടോ സ്വഹാബി വന്നു, നബിയുമായി കൂടുതൽ ഇടപഴകി. ആ വർഷം തിരിച്ചുപോയി. വഖത് തഗയ്യറത് ഹാലുഹു, മഹാനായ സ്വഹാബി പിന്നീട് വന്നപ്പോ അദ്ദേഹത്തിന്റെ രൂപം കോലമൊക്കെ മാറി. അടുത്ത വർഷം വന്നപ്പോ ആദ്യം വന്നുപോയി, നബി തങ്ങളായിട്ട് നന്നായിട്ട് ഇടപഴകി. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനസ്സിൽ സ്വഹാബിയുടെ ചിത്രം പതിയും വിധം അത്രയും നല്ല സൗഹൃദവും സ്നേഹവും ഇടപഴക്കവും ഒക്കെ ഉണ്ടായി. ആ വർഷം അങ്ങ് പോയി. അദ്ദേഹം പോയി നാട്ടിൽ പോയി. പിറ്റേ വർഷമാണ് ഇനി വരുന്നത്. ആ വരുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ രൂപം കോലമൊക്കെ മാറിയിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു പരിചയം കാണിച്ചില്ല. കാരണം പരിചയമില്ലാത്ത ആളെ പോലെ മനസ്സിലായില്ല. അപ്പൊ ചോദിച്ചു, യാ റസൂലല്ലാഹ് മാ തഅരിഫുനി, എന്നെ മനസ്സിലായില്ല നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ റസൂലുള്ളാഹി തിരിച്ചു ചോദിക്കുന്നുണ്ട്, വമൻ അൻത, സഹോദരാ നിങ്ങളാരാ? അദ്ദേഹം പറഞ്ഞു, അൽ ബാഹിലി, നബിയെ ഞാൻ ബാഹിലിയാണ്. അല്ലദീ ജിതുക ആമൽ അവൽ, കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വന്നിരുന്നല്ലോ. അള്ളാഹുവിന്റെ ഹബീബ് ചോദിച്ചു, ഫമാ ഗയ്യറക, മോനെ എനിക്ക് മനസ്സിലായില്ല കേട്ടോ, നിന്റെ രൂപം എന്താ, നിന്റെ കോലം എന്താ എങ്ങനെയായത്? വഖദ് കുന്ത ഹസനൽ ഹയ്യ, ഹസനൽ ഹയ്യ, കഴിഞ്ഞ കൊല്ലം വരുമ്പോ എന്തൊരു രൂപഭംഗി മോന, നിനക്കെന്ത് പറ്റി? അദ്ദേഹം പറഞ്ഞു, മാ അകൽതു തുആമൻ ഇല്ലാ ബില്ലൈൽ മുൻദു ഫാറഖതുക യാ റസൂലല്ലാഹ്, കഴിഞ്ഞ കൊല്ലം ഇവിടെ നിന്ന് വന്നു പോയിട്ട് ഞാൻ പിന്നെ ഭക്ഷണം കഴിക്കൽ രാത്രി മാത്രമായി. കാരണം എനിക്ക് പകല് മുഴുവൻ നോമ്പാ നബി, ഒരൊറ്റ ദിവസവും ഞാൻ കളഞ്ഞിട്ടില്ല. നോമ്പ് പിടിക്കൽ ഹറാമായ പെരുന്നാൾ ദിവസമല്ലാത്ത മറ്റു ദിവസങ്ങൾ ഒന്നും ഞാൻ പാഴാക്കില്ല, എല്ലാ ദിവസവും നോമ്പായിരുന്നു. അങ്ങനെ ഞാൻ ക്ഷീണിച്ച് കോലത്തിലായത്. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വല്ലാത്ത സന്തോഷമൊന്നും ഉണ്ടായില്ല. ശരീരത്തെ കൊല്ലരുത്, ശരീരത്തെ കൊല്ലരുത്, ശരീരത്തെ ഇടങ്ങേറാക്കരുത്, രോഗം വരുത്തി വെക്കരുത്. ആരോഗ്യപരമായി കഴിയോ ഇല്ല എന്നുള്ളത് നമ്മൾ വിലയിരുത്തണം. കഴിയുമെങ്കിലാവാം, പക്ഷേ രോഗം വരുത്തി വെക്കുക. കുറെ ആളുകളുണ്ട് ആരോഗ്യം ശ്രദ്ധിക്കാതെ നോമ്പ് ആയിക്കോട്ടെ, പക്ഷേ ആരോഗ്യത്തെ ശ്രദ്ധിക്കാൻ കഴിയണം നമുക്ക്. അതുകൊണ്ട് ശരീരത്തിന്റെ ആരോഗ്യം നഷ്ടപ്പെടുത്തി രോഗം വരുത്തി വെച്ച് മരണത്തിൽ വരെ എത്തുന്ന ചില നോമ്പിന്റെ കഠിനമായ ശ്രമങ്ങൾ കാണാറുണ്ട്. അങ്ങനെ നമ്മളോട് ഏൽപ്പിച്ചിട്ടില്ലല്ലോ. രോഗം വരുത്തി വെച്ച് പിന്നെ രോഗിയായിരിക്കെ നോമ്പെടുക്കാൻ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, നബിയെ കഴിഞ്ഞ കൊല്ലം ഞാൻ ഇവിടെ വന്നു പോയിട്ടൊരൊറ്റ ദിവസം പോലും നോമ്പ് ഒഴിവായിട്ടില്ല നബിയെ. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബിയോട് ചോദിച്ചു, ലിമഅദബത നഫ്സക, എന്തിനാ നിന്റെ ശരീരത്തെ നീ ഇങ്ങനെ ശിക്ഷിക്കുന്നത്? സും ശഹ്റസ് സബ്രി, ക്ഷമയുടെ മാസമായ റമളാനിൽ നിനക്ക് നോമ്പെടുത്താൽ പോരെ. വയൗമൻ മിൻ കുല്ലി ശഹ്ർ, അതിനപ്പുറത്തേക്ക് ഒരു നോമ്പെടുക്കണമെന്ന് തോന്നിയാൽ എല്ലാ മാസത്തിലും ഒരു നോമ്പെന്ന കണക്കിൽ നോമ്പെടുത്താൽ പോരെ. സ്വഹാബി പറഞ്ഞു, സിദ്നി ഫഇന്നബി ഖുവ, നബിയെ മാസത്തിൽ 1 എന്നത് കൂട്ടിത്തരണേ, എനിക്ക് അതിൽ കൂടുതൽ ആരോഗ്യമുണ്ടല്ലോ. അള്ളാന്റെ ഹബീബ് പറഞ്ഞെന്നാൽ മാസത്തിൽ 2 നോമ്പ്. അദ്ദേഹം പറഞ്ഞു, നബിയെ എനിക്ക് ആരോഗ്യമുണ്ട്, കൂട്ടിത്തന്നാലും സും സലാസത അയ്യാം, മാസത്തിൽ 3 നോമ്പ്. അങ്ങനെ പറഞ്ഞു. വീണ്ടും സഹാബി കൂട്ടിത്തരാൻ ആവശ്യപ്പെട്ടു. അപ്പൊ അവിടെ നിന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആരോഗ്യം ഉണ്ടെങ്കിൽ മോനെ, നിനക്ക് മുഹറം, ദുൽഹിജ്ജ, ദുൽഖഅദ, റജബ്, ഖുർആൻ പവിത്രം എന്ന് പറഞ്ഞാൽ 4 മാസത്തിൽ നിനക്ക് നോമ്പ് ആവാവുന്നതാണ്, ആരോഗ്യം ഉണ്ടെങ്കിൽ. അതുപോലെ തന്നെ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയെ സുന്നത്തായ നോമ്പുകളെ അതിന്റെ ഒരു ലിമിറ്റ് വെച്ച് ആരോഗ്യം നശിപ്പിക്കാതെ നോമ്പെടുക്കണമെന്ന് ഉപദേശിക്കുകയും ചെയ്തു. സുനൻ അബീ ദാവൂദ് ഇത് രേഖപ്പെടുത്തിയതായി നമുക്ക് കാണാൻ കഴിയും. ഇന്നമാ കാന സൗമു ഫീഹാ അഫ്ളലു ലിഖബരി അബീ ദാവൂദ വഗൈരിഹി സും മിനൽ ഹുർമി വത്തുറുക് വഇന്നമാ അമറൽ മുഖാതബ ബിത്തർകി ലിഅന്നഹു കാന യശ്ഖു അലൈഹി ഇക്താറു സൗം. ചോദിച്ചു വന്ന സ്വഹാബിയോട് ആരോഗ്യം പ്രശ്നമാകുന്ന ഘട്ടത്തിൽ നോമ്പ് ഒഴിവാക്കണമെന്ന് റസൂൽ കൃത്യമായി തന്നെ ഉപദേശിച്ചിരുന്നു എന്ന് തന്നെ പ്രസ്തുത അബൂദാവൂദിന്റെ ഹദീസ് ഇമാം സയ്യിദുൽ ബക്കരി ഇആനത്തിൽ എടുത്തു വെച്ചുകൊണ്ട് വ്യാഖ്യാനിക്കുന്നുണ്ട്. ഞാൻ സുദീർഘമാക്കുന്നില്ല. ഏതായാലും 3 കാര്യങ്ങൾ പറഞ്ഞു.
ഒന്ന്, നിയ്യത്ത് ശ്രദ്ധിക്കണം. വല്ല ഖളാ വെട്ടുന്ന നോമ്പുകളൊക്കെ, ഫറദായ നോമ്പ് ഖളാ വെട്ടുന്നവരൊക്കെ ആണെങ്കിൽ നിയ്യത്ത് ശ്രദ്ധിക്കണം. ആ ഫറദ് ഖളാ വെട്ടുന്നു എന്നുള്ള നിയ്യത്ത് വെച്ചുകൊണ്ട് രാത്രിയിൽ തന്നെ നിയ്യത്ത് സംഭവിക്കണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ട കാര്യം, റമദാൻ കഴിഞ്ഞാൽ വലിയ പ്രതിഫലമുള്ള ഒരു നോമ്പാണ് ഈ നോമ്പ് എന്നൊരു ധാരണ ഈ നോമ്പിനെ കുറിച്ച്, മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പിനെ കുറിച്ച് നമുക്കുണ്ടാവണം. മൂന്നാമത്തേത്, ശരീരത്തിന്റെ ആരോഗ്യത്തെ ശ്രദ്ധിക്കണം, നോമ്പ് പിടിച്ച് രോഗിയാവാൻ നിൽക്കരുത്. നാലാമത്തേത്, മുഹറം 11-നും നോമ്പ് സുന്നത്താണ്. മുഹറം 11-നും നോമ്പ് സുന്നത്താണ്. മഹാനായ ഹബീബായ നബിയുടെ പ്രിയപ്പെട്ട സ്വഹാബി ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നു, മഹാനായ ഇമാം അഹ്മദ് അവിടുത്തെ മുസ്നദിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സൂമു യൗമ അശുറാ വഖാലിഫു ഫീഹാ അൽ-ലഹൂദ് വസൂമു ഖബ്ലഹു യൗമാ ഔ ബഅദഹു യൗമാ. പുണ്യ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഹദീസ് ഉണ്ട്, മുഹറം 10-ന്റെ ആശുറാഇന്റെ നോമ്പ് നിങ്ങൾ എടുക്കണേ. അന്ന് ജൂതന്മാർക്കും നോമ്പുണ്ട്. ആരാധനയിൽ ഒരു സാദൃശ്യത വേണ്ട, അതുകൊണ്ട് നിങ്ങൾ 9-നും കൂടി നോമ്പെടുക്കണേ. എന്തിനാണ്? വഖാലിഫു ഫീഹി ലഹൂദ്, ജൂത സഹോദരന്മാരുടെ ആരാധനയിൽ സാമ്യത വരല്ലേ, നിങ്ങൾ മുഹറം 9-നും നോമ്പെടുക്കണേ. അല്ലെങ്കിലോ ഔ ബഅദഹു യൗമാ, മുഹറം 11-ന് നോമ്പെടുക്കണേ. ഈ ഹദീസ് ഇമാം അഹ്മദിന്റെ മുസ്നദിലുണ്ട്. മഹാനായ ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങള് ഫത്ഹുൽ മുഈനിൽ പറയുന്നു, ഒരു മനുഷ്യൻ വമിൻ തമ്മ സുന്ന ലിമൻ ലം യസ്മുഹു സൗമുൽ 11, ഒരു മനുഷ്യൻ മുഹറം 9-ന് നോമ്പെടുത്തില്ല എങ്കിൽ മുഹറം 10ഉം 11ഉം നോമ്പെടുക്കാവുന്നതാണ്. ഒരു മനുഷ്യൻ മുഹറം 10 മാത്രം എടുത്താലും കറാഹത്ത് വരുന്നതല്ല. പിന്നെ പറയുന്നു, ഒരു മനുഷ്യൻ മുഹറം 9-നെടുത്താലും 10-നെടുത്താലും അതിനു പുറമെ 11 കൂടി എടുത്താൽ യാതൊരുവിധ പ്രശ്നമില്ല, സുന്നത്ത് തന്നെയാ. മുഹറം 9, 10, 11 3 ദിവസം നോമ്പ് സുന്നത്താണെന്ന് ഫത്ഹുൽ മുഈൻ മഹാനായ ഇബ്നു ഹജർ അൽ ഹാഫിദ് ഇബ്നു ഹജർ തങ്ങൾ പറയുന്നുണ്ട്. ആശുറാവുമായി ബന്ധപ്പെട്ട നോമ്പ് 3 നിലവാരത്തിൽ ഫത്ഹുൽ ബാരിയിൽ കാണാം. ഒന്ന്, ചില ആളുകള് 1-ാം നിലവാരത്തിൽ നിൽക്കും, മുഹറം 10 മാത്രം നോമ്പ് എടുക്കും ആശുറാന്റെ. 2-ാം നിലവാരം എന്ന് പറഞ്ഞാൽ മുഹറം 9ഉം 10 എടുക്കും, കുറച്ചും കൂടി നിലവാരം കൂടി. 3-ാമത്തെ നിലവാരം, വലിയ നിലവാരം എന്ന് പറഞ്ഞാൽ മുഹറം 9 എടുക്കും, 10 എടുക്കും, 11 എടുക്കും. ഇങ്ങനെ 3 രീതിയിൽ ഫത്ഹുൽ ബാരി 981 പേജ് 81 ഇത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ മഹാനായ സൈനുദ്ദീൻ മഖ്ദൂം പറയുന്നത് കണ്ടോളൂ, 10-ന് മാത്രം നോമ്പ് അനുഷ്ഠിക്കുന്നതുകൊണ്ട് കറാഹത്ത് സംഭവിക്കുന്നതല്ല. ഫത്ഹുൽ മുഈൻ. ഇനി കേട്ടോളൂ, കുടുംബത്തിന് വിശാലത ചെയ്യണമെന്നതാണ് 5-ാമത്തെ കാര്യം. സ്നേഹം കൊണ്ടാവാം, സഹായം കൊണ്ടാവാം, ഒഴിവ് സമയം അവരുടെ കൂടെ ഇരുന്നു കൊണ്ട് സന്തോഷിപ്പിച്ചുകൊണ്ടാവാം, വീട്ടുവേലയിൽ സഹായിച്ചുകൊണ്ടാവാം, ഭക്ഷണം വാങ്ങിക്കൊടുത്തുകൊണ്ടാവാം. കുടുംബത്തോടൊരു വിശാല സ്നേഹം. അന്ന് ദേഷ്യപ്പെടാനൊന്നും നിൽക്കണ്ട. ഏത് ദിവസം? മുഹറം 9, 10 ദിവസങ്ങളിൽ, പ്രത്യേകിച്ച് 10-ന്. അതാണ് 5-ാമത്തെ കാര്യം. കുടുംബത്തിന് വിശാലത ചെയ്യണം. നോമ്പെടുത്ത ആള് അന്ന് വിശാലത ചെയ്യുക, പരമാവധി നോക്കാം. മൻ വസ്സഅ ഫീഹി അലാ ഇയാലിഹി വഅക്ലിഹി ഫീ യൗമി ആശുറാ വസ്സഅ അല്ലാഹു അലൈഹി ഫീ സാഇരിസ് സനാ. ഒരു കൊല്ലം നമുക്ക് ജീവിതത്തിന്റെ വിശാലത കിട്ടും. ഇമാം ബൈഹഖിയുടെ ശുഅബുൽ ഹദീസ് കാണാം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബത്തിന് വിശാലത ചെയ്യണമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അത്രത്തോളം മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പുകൾക്ക് പ്രാധാന്യമുണ്ട്. ഈ പറയപ്പെട്ട 6 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ വേഗം പറയാം. 1-ാമത്തെ കാര്യം, ഫർളൊക്കെ കളാ വെട്ടുന്ന ആളുകൾ നെയ്യത്തിൽ ശ്രദ്ധിക്കണം. ഫർള് കളാ വെട്ടുന്ന നെയ്യത്ത് വെക്കണം. വെക്കുന്ന നേരം രാത്രി ആയിരിക്കണം, തലേരാത്രി. 2-ാമത്തേത്, റമദാൻ കഴിഞ്ഞാൽ പിന്നെ വലിയ കൂലിയുള്ള നോമ്പാണ് ഈ നോമ്പ് എന്നൊരു ധാരണ മുഹറം 9-ന്റെ 10-ന്റെ നോമ്പിനെ കുറിച്ച് നമുക്ക് ഉണ്ടാവണം എന്നുള്ളതാണ്. 3-ാമത്തെ കാര്യം ശരീരത്തിന്റെ കഴിവ്, ആരോഗ്യം. നോമ്പെടിച്ച് രോഗിയാവാൻ നിൽക്കരുത്. ശരീരത്തിന്റെ കഴിവും ആരോഗ്യവും നമ്മളൊന്ന് പഠിച്ചിട്ട് വേണം നോമ്പെടുക്കാൻ. നോമ്പ് പിടിച്ച് സ്വന്തം ആരോഗ്യത്തെ നശിപ്പിച്ച് രോഗിയായി മാറാൻ പാടില്ല. 4-ാമത്തെ കാര്യം, മുഹറം 11-നും നോമ്പ് സുന്നത്താണ് എന്നുള്ളതാണ്. 5-ാമത്തെ കാര്യം, കുടുംബത്തിന് വിശാലത ചെയ്യുക എന്നുള്ളതാണ്.
ആറാമത്തെ കാര്യം മുഹറം 6 കാര്യം ആദ്യത്തെ 10 ദിവസം, മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസം നമുക്ക് നോമ്പ് സുന്നത്തുണ്ട്. 9ഉം 10ഉം മാത്രമല്ല, ആദ്യത്തെ 10 ദിവസം നമുക്ക് നോമ്പ് സുന്നത്തുണ്ട്. ഇത് സംബന്ധമായിട്ട് ഇസ്ലാമിക കർമ്മശാസ്ത്രത്തിൽ വലിയ ചർച്ച തന്നെ നടന്നിട്ടുണ്ട്. ചിലര് പറഞ്ഞിരുന്നു, പല കിതാബുകളിലും ഇതേക്കുറിച്ച് റൗദയിലോ അൻവാറിലോ ഇബാബിലോ മറ്റുള്ള കിതാബുകളിലോ ഒന്നും മുഹറം ആദ്യത്തെ 10 ദിവസം നമുക്ക് നോമ്പ് സുന്നത്താണെന്ന് പ്രത്യേകം പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ചില ആളുകൾ വീമ്പിളക്കി പറയുമായിരുന്നു. മഹാനായ ഇമാം ശിഹാബുദ്ദീൻ റംലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഫതാവയിൽ വളരെ കൃത്യമായി തന്നെ പറഞ്ഞു, ബിഅന്നഹു യുസ്തഹബ്ബു സൗമുൽ അശ്റിൽ അവ്വലി മിനൽ മുഹറം ബൽ യുസന്ന സൗമുൽ അശ്ഹുരിൽ ഹുറും ജമീഇഹാ കമാ ദക്കറഹു ഫി റൗള. മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസം നോമ്പ് സുന്നത്ത തർക്കമല്ല, ഇമാം റംലി പറഞ്ഞിട്ടുണ്ട്. ഇമാം റംലിയുടെ ഫതാവ റംലി എടുത്തു നോക്കിയാൽ കാണാം. ശാഫിഈ മദ്ഹബില് ഇങ്ങനെ ഒരു അഭിപ്രായം ഇമാം റംലി പറഞ്ഞാൽ സ്വാഭാവികമായും ഇബ്നു ഹജർ തങ്ങൾ അതിന്റെ ഓപ്പോസിറ്റാ പറയാം. പക്ഷെ ഇബ്നു ഹജർ തങ്ങളും ഇത് തന്നെ പറഞ്ഞത്. ഫഅജാബ ബിഖൗലിഹി നഅം മാ ഫഅല ഹഉലാ നിഅമ മാ ഫഅല ഹഉലാ ഫഇന്ന സൗമൽ അശ്റിൽ അവ്വലി മിനൽ മുഹറമി സുന്നത്തുൻ മുഅക്കദാ. സുന്നത്ത്, ശക്തമായ സുന്നത്ത്, മുഹറമിന്റെ ആദ്യത്തെ 10 ദിവസം നോമ്പെടുക്കൽ ശക്തമായ സുന്നത്താണ് എന്ന് മഹാനായ ഇമാം ഇബ്നു ഹജർ തങ്ങളും അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്രയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നൊരു കാര്യമുണ്ട്, മുഹറം 10 ധാരാളം അനാചാരങ്ങൾ പലയിടങ്ങളിലും കണ്ടിട്ടുണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രധാനമായ ആചാരങ്ങളൊന്ന് സുന്നത്ത് നോമ്പും, 2 കുടുംബത്തിന് വിശാലത എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കൊടുക്കുക, സ്നേഹം കാണിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. അല്ലാതെ മറ്റു പല ആഘോഷങ്ങളും പലരും നടത്താറുണ്ട്. ഷിയാക്കളിൽ നിന്നും പലതും ഇങ്ങോട്ട് നേടിയെടുത്തിട്ടുണ്ട്. മുഹറം 10 നോമ്പില്ല, മുഹറം ആദ്യത്തെ 10 നോമ്പില്ല എന്നൊക്കെ പറഞ്ഞ് ചില ആളുകൾ പുലമ്പുന്നതൊക്കെ കാണാറുണ്ട്. ഇസ്ലാമിക അധ്യാപനങ്ങൾ കൃത്യമായി തന്നെ അത് നമ്മുടെ മുന്നിൽ പഠിപ്പിച്ചിട്ടുണ്ട്. അള്ളാഹു നമുക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഈ 6 കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മുഹറം 9ഉം 10ഉം നോമ്പെടുക്കാൻ നമുക്ക് കഴിയണം. വലിയ പ്രതിഫല, സ്വർഗം വരെ കിട്ടാം. അള്ളാഹു നമുക്ക് നസീബാക്കട്ടെ. വലിയ കൂലിയുള്ള നോമ്പുകളാണ്. അള്ളാഹുവേ നീ ഞങ്ങൾക്ക് അമൽ ചെയ്യാൻ തൗഫീഖ് നൽകണേ. അല്ലാഹു ബിഫദ്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ തമ്പുരാനെ, പാപങ്ങൾ പൊറുക്കണേ അല്ലാ, രോഗങ്ങൾ ശിഫയാക്കുക അല്ലാ. ഒരുപാട് പേര് ദുആ വസിയത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്, അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ പലരും ഗൾഫിൽ ജോലി ചെയ്യുന്നു, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അല്ലാഹുവേ ആഫിയത്ത് നൽകണേ അല്ലാ, ഖൈറും ബറക്കത്തും കൊടുക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ പഠിക്കുന്ന മക്കളിൽ നീ ഐശ്വര്യം നൽകണേ അല്ലാ, അനുസരണ നൽകണേ അല്ലാ, അദബ് നൽകണേ അല്ലാ, പഠിച്ചതുകൊണ്ട് ഉപകാരം നൽകണേ അല്ലാ. വീട് വിട്ട അകലങ്ങളിൽ പോയി നിന്ന് പഠിക്കുന്ന ആൺമക്കളും പെൺമക്കളുമുണ്ട്. സ്വഭാവ ദൂഷ്യമോ അച്ചടക്കക്കുറവോ അവരിൽ വരല്ലേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, സ്ഥാപനത്തിൽ ദീനീ ചിന്തയുള്ള ഒരു സ്റ്റാഫ് വേണം, ദുആ ചെയ്യണേ എന്ന് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞൊരാൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, അനുഗ്രഹീതമായ സദസ്സുള്ള തമ്പുരാനെ, അല്ലാഹുവേ ഒരുപാട് പേര് ആമീൻ പറയുന്ന ദുആയല്ലേ അല്ലാ. ഖൈറായ രീതിയിൽ ഒരു നല്ലൊരു സ്റ്റാഫിനെ നീ അവിടേക്ക് അടുപ്പിച്ചു കൊടുക്കണേ അല്ലാ. വിവാഹപ്രായമായവർക്ക് അനുയോജ്യമായ ബന്ധങ്ങളെ ചേർക്കണേ അല്ലാ. സ്വാലിഹീങ്ങളിലേക്ക് കൂട്ടണേ അല്ലാ. അല്ലാഹുവേ റബ്ബേ, സ്ഥിരമായി ഗുളികയും മരുന്നും കഴിക്കുന്ന പലർക്കും വേണ്ടി ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്, നീ ആഫിയത്ത് കൊടുക്കുക അല്ലാ. പല കുടുംബങ്ങളിലും പനിയും മറ്റു അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഉണ്ട്. അല്ലാഹുവേ റബ്ബേ, നീ എല്ലാവർക്കും ആഫിയത്തും സന്തോഷവും ശരീരത്തിന് റാഹത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ ആഖിബത്ത് നീ നന്നാക്കണേ അല്ലാ. റബ്ബേ, ഞങ്ങളുടെ മരിച്ചുപോയവരുടെ ഖബർ നീ വിശാലമാക്കണേ അല്ലാ. തെറ്റുകുറ്റങ്ങൾ അവർക്കും ഞങ്ങൾക്കും നീ മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, വീട് പണിയുമായി ബന്ധപ്പെട്ടവർക്ക് നീ സഹായം ചെയ്യണേ അല്ലാ.
അള്ളാഹുവെ മക്കളുടെ വിവാഹം എല്ലാം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇനി സാമ്പത്തിക കാര്യങ്ങളിലേക്ക് ഇറങ്ങണം. പലരും പറഞ്ഞിട്ടുണ്ട്. അള്ളാഹുവെ നീ എളുപ്പമാക്കുക. അള്ളാഹുവെ ഞങ്ങളുടെ ഹാജിമാരെ സ്വീകരിക്കുക. വൈകാത്ത ഭാവിയിൽ ഹജ്ജ് ചെയ്യാൻ ഞങ്ങൾക്കും നീ ഭാഗ്യം നൽകണേ. റബ്ബനാ റഹംഹും കമാ റബ്ബൗനാ സിഗാറാ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ ബിഫളലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ اللهم صل على محمد يا رب صل عليه وسلم. السلام عليكم ورحمة الله وبركاته.